രാജേട്ടാ എന്തോ നമസ്കാരം. നമസ്കാരം വിഷു രാജേട്ടോ ചെന്നില്ലേ. വലിയ നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫണ്ട് സപ്പോർട്ട് ടൈമിൽ വരണം എന്ന് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. പ്രോഗ്രാം ത്രൂ ഔട്ട് കാണുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് കാണുന്നുണ്ട്. വളരെ മികവുള്ള പ്രോഗ്രാംസാണ്, വളരെ കോമഡിയൊക്കെ നിറഞ്ഞ എല്ലാ രീതിയിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈമിൽ ആദ്യമായി എന്നെ വിളിച്ചാദരിക്കാനായി വിളിച്ചതിൽ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, ഞാൻ തിരിച്ചു പറയാം. രാജൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു അബീക്കയോടൊപ്പം ഏറ്റവും കൂടുതൽ വേദികളിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരാൾ രാജൻ ചേട്ടനല്ലേ? ശരിയാണ്. അബിയുടെ കൂടെ ഏറ്റവും കൂടുതൽ വർഷം നിന്നിട്ടുള്ള ആൾ ഞാനാണ്. അതെ, എത്ര വർഷം? 21 വർഷം. 21 വർഷം. അതായത് അബീക്കയോടൊപ്പം 21 വർഷം തുടർച്ചയായിട്ട് നിന്നു. അബീക്കയുടെ കൂടെ വന്ന പലരും പിന്നീട് പല വഴികളിലൊക്കെ പോയി. എങ്ങനെയൊക്കെ ആകുമ്പോഴെല്ലാം രാജൻ ചേട്ടൻ അബീക്കയുടെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് അറ്റം വരെ അബീക്ക നമ്മുടെ ഒപ്പം ഇന്നില്ല. അവസാന കാലം വരെയും ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് രാജൻ ചേട്ടൻ. ഏറ്റവും കൂടുതൽ ഷോകൾ ചെയ്തു. ഞാനൊരു 4 വർഷം പുള്ളിയായിട്ട് വിട്ടു വന്നിട്ടുള്ളൂ. ഡബിങ്ങിലേക്ക് മാറിയതിന് ശേഷം പുള്ളി ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പുതിയ പിള്ളേരായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് പറ്റിയ മേഖലയുടെ ഡബിങ്, നീ അവിടെ നിൽക്കുക, അതാണ് നിനക്ക് നല്ലത്, ഞാൻ ഈ പിള്ളേരെ കൊച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതെ, അബീക്കയുടെ കൂടെ 21 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര ഷോ ഏതാണ്ട് ചെയ്തിട്ടുണ്ടെന്ന് വല്ല ഊഹം ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ കഷ്ടപ്പെട്ടു പോകും. അഭിഷൺബർ എന്ന് പറഞ്ഞ ഷോ തന്നെ ഒരു വർഷം 365 ഷോ ചെയ്ത ഒരു വർഷം 365 ഷോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ ദിവസവും ഷോ കളിച്ചു എന്നല്ല എന്റെ അർത്ഥം. പല ദിവസങ്ങളിലും 2 എണ്ണം വീതം. മൂന്നാമത് കളിച്ചിട്ടുണ്ട് ഒരു സ്റ്റേജില്. മൂന്നാമത്തെ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോ കൃത്യമായിട്ടുള്ള കിളികളും അതുപോലെ തന്നെ നേരം വെളുത്ത് ആൾക്കാർ സൈക്കിളിൽ പാലും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്ര 3 ഷോ ഒരു ദിവസം കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാജൻ ശരിക്കും ഏത് കാലഘട്ടത്തിലാണ് മിമിക്രിയിലേക്ക് എത്തിയത്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മിമിക്രിയില് 88 കാലഘട്ടത്തിൽ മിമിക്രി സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. 88-ലൊക്കെയാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചത്. അവിടുന്ന് അരവിന്ദാക്ഷക്കുറുപ്പ്, സുമൻ എന്ന് പറഞ്ഞ ടീമായിട്ട് ക്രൈസി ബോയ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ മേഖലയിലെല്ലാം പറന്ന് കളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് മണി പിന്നീട് പറയുമ്പോഴാണ് അറിയുന്നത് മണി പ്രോഗ്രാം ഇഷ്ടംപോലെ വന്നിരുന്ന് കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ പ്രോഗ്രാംസ്. അല്ല, അപ്പൊ രാജേട്ടൻ തൃശ്ശൂര് ക്രൈസി ബോയ്സ് വരുന്ന എങ്ങനെയാണ്? രാജേട്ടൻ ഒരു ഇടുക്കിക്കാരനല്ലേ? അതെ, ഞാൻ അന്ന് ചാലക്കുടി ഇന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറമുള്ള കുറ്റിച്ചിറ 2 എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ചാലക്കുടിയിൽ നിന്ന് അത്ര അകലമുണ്ട്. ആ സമയത്താണ് കേരളവർമ്മയിൽ പ്രീ ഡിഗ്രിക്ക് ചേരുന്നതും അതിനുശേഷമാണ് ഇടുക്കിക്ക് പോകുന്നത്. അപ്പൊ ഇടുക്കി ഈ ജാഫർ കെ ഫീൽഡിൽ കൊണ്ടുവന്നതുമായിട്ട് ബന്ധപ്പെട്ട് രാജേട്ടന്റെ പേരുകൾ കേൾക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതായത് വേൾഡിൽ ആദ്യമായിട്ട് മിമിക്രി പഠിപ്പിച്ചത് ഞാനായിരിക്കും. ഞാൻ പഠിപ്പിച്ചത് മിമിക്രി. അതിനുശേഷം ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് കലാഭവൻ അതിനെ കുറിച്ച് പ്ലാൻ തന്നെ ഇടുന്നത്. അതെ, കാരണം മിമിക്രി അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കലയല്ലെന്നാണ് നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും അതിന്റെ ഒരു കഥയുണ്ട്, പറയുന്നുണ്ട്. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, കേൾക്കാനിരിക്കുന്നത്. ജാഫർ, ഞാൻ അവിടുന്ന് അപ്പോൾ എനിക്കൊരു സൂട്ട് കേസാണ് പ്രോഗ്രാമിന് വരുമ്പോൾ. അപ്പോൾ ഞാൻ അവിടുന്ന് ബസ് കയറി വരുമ്പോൾ പുള്ളി കഥ പിന്നീട് പറയുമ്പോഴാണ് അറിയാം. പുള്ളി അവിടെ ഒരു അങ്ങാടി മരുന്ന് കട ഉണ്ടായിരുന്നു. അവിടെ റേഡിയോ മെക്കാനിസം ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ റേഡിയോ മെക്കാനിക് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടുന്ന് ഈ പ്രോഗ്രാമിന് പോരുന്നത്. അപ്പോൾ വളരെ ആരാധനയോടെ എന്നെ നോക്കിയിട്ടുണ്ടെന്നൊക്കെ പിന്നെ പറയുന്നു പുള്ളി. അങ്ങനെ എൻ്റെ ഒരു റേഡിയോ കേടായപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ റേഡിയോ നന്നാക്കാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു. റേഡിയോ വളരെ ഇതായിട്ടൊക്കെ നന്നാക്കി തന്നു. പഴയ എൻ്റെ അമ്മയ്ക്ക് ഞാൻ മേടിച്ചു കൊടുത്തു. അത് ഇന്നും ജാഫർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നന്നായി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എത്രയായിട്ടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചേട്ടാ എനിക്ക് പൈസ വേണ്ട, എന്നെ മിമിക്രി പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് എന്ത് പറഞ്ഞാൽ മിമിക്രി അങ്ങനെ പഠിപ്പിക്കാൻ പറ്റിയൊരു വിഷയമല്ല. അതൊക്കെ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കഴിവാണ് ജാഫർ, അത് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പാട്ടൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുള്ളി നിരാശനായി. പക്ഷേ എന്നോട് പൈസ മേടിച്ചില്ല. അതിനുശേഷം ഓസ്കാറിൻ്റെ ഒരു പ്രോഗ്രാം, അന്ന് നാദിർഷ, ദിലീപ് അന്ന് കളിക്കുന്നില്ല, ദിലീപ് ഹരിശ്ലേക്ക് പോയ സമയത്ത് ആണ് നെടുങ്കണ്ടത്ത് ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി ജാഫറിൻ്റെ കൂടെ അനുവാദം ചോദിച്ച് പഴയ എംബറ്റിഡോർ ഉണ്ടല്ലോ, ആ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ എൻ്റെ കൂടെ പ്രോഗ്രാം കാണാൻ വരികയും ആ പ്രോഗ്രാം കണ്ടതിന് ശേഷമാണ് പിറ്റേ ദിവസം വീട്ടിൽ കൂടെ എൻ്റെ വീടിൻ്റെ പുള്ളിക്ക് ഇങ്ങനെ കറങ്ങി പോരാം. ഒരു മല കയറി ഇപ്പുറത്തെ മലയിലാണ്. അറിയാലോ ഇടുക്കിയിലെ അവസ്ഥ അറിയാമല്ലോ. വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഞാനും ഉണ്ട് കവലയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പുറത്തിരിക്കുമ്പോൾ അന്ന് കച്ചേരി പ്രധാനപ്പെട്ട സാധനമാണല്ലോ. പുള്ളി പ്രോഗ്രാം കാണാൻ വന്നല്ലോ. അപ്പോൾ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഓരോ ശബ്ദങ്ങൾ കേൾപ്പിക്കുക. അപ്പോൾ ഞാൻ ഇറങ്ങി പറഞ്ഞു, നീ നന്നായിട്ട് മൃദംഗമൊക്കെ ചെയ്യുന്നുണ്ടല്ലോടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ചേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അത്, എന്നെ മിമിക്രി പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നെ അതങ്ങനെ അങ്ങ് പോയി. അതിനുശേഷം മംഗളത്തിൻ്റെ ഒരു മത്സരം വന്നപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് ഐറ്റം ചോദിച്ച് അതിൽ ഫസ്റ്റ് കിട്ടി. അതാണ് ഒരു 10 പിള്ളേരെ സംഘടിപ്പിച്ച് മിമിക്രി. പുള്ളിക്ക് മാത്രമാണ് അങ്ങനെ ഒരു ബോൺ ടാലൻ്റ് ഉണ്ടായിരുന്നത്.
ഒരു വഴിമരുന്ന് ഞാൻ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ്. അതെ, വഴിമരുന്ന് ഇട്ട് കൊടുത്താലും ജാഫർക്ക് ഇന്ന് വളരെ തിരക്കുള്ള പലതരത്തിൽപ്പെട്ട സിനിമകളിൽ വലിയ വലിയ വേഷങ്ങൾ ചെയ്യുന്ന ആളാണ് ജാഫർക്ക. ജാഫർക്ക ഒരു റേഡിയോ മെക്കാനിക് ആയിട്ടിരുന്നിട്ടുള്ള കഥ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, ഇത്രയും നാൾ കൂടാണെന്നിട്ട്. അല്ല, ചിലപ്പോൾ ഇന്റർവ്യൂവിൽ പറയുമ്പോൾ എന്നെ കുറിച്ച് പറയുമ്പോൾ പുള്ളി കൃത്യമായിട്ട് പറയും അങ്ങനെയാണ് രാജമാഷായിട്ടുള്ള കണക്ഷൻ എന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഈ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിൽ നിന്ന് എൻ്റെ ശിഷ്യൻ ഇന്ന് മലയാള സിനിമയിലേക്ക് അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കാര്യത്തിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ഡബിങ് ഇപ്പൊ എങ്ങനെ പോകുന്നു ചേട്ടാ? ഡബിങ് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഡബിങ്ങിൽ അത്യാവശ്യം ദൈവം സഹായിച്ച് തിരക്കുണ്ട്. ഈ സിനിമകൾ അടുത്ത കാലത്ത് ഏതൊക്കെയാ ഡബ് ചെയ്ത്? സിനിമ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഒരു പടം ഡബ് ചെയ്തിട്ടാണ് വരുന്നത്. പ്രകാശൻ തിരക്കിലാണ്. ഈ മൊഴിമാറ്റ സിനിമകളൊക്കെ മൊഴിമാറ്റ സിനിമ ഇപ്പൊ ഒരു 300 പടത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. 300 കഴിഞ്ഞു. ലാസ്റ്റ് ഇപ്പൊ ചെയ്തത് പുഷ്പ. പുഷ്പയിൽ ആർക്കാ രാജേട്ടൻ ശബ്ദം കൊടുത്തത്? പുഷ്പയില് ഹീറോയിന്റെ അച്ഛനും അതുപോലെ തന്നെ ഫസ്റ്റ് മറ്റേ ഒരു പലിശക്കാരൻ വരുന്നുണ്ട്. പുള്ളിനെ അവിടെ നിന്ന് ഹരാസ് ചെയ്യുന്നുണ്ട് വന്നിട്ട്. ആ പലിശക്കാരൻ. അവിടെ നിന്നാണ് പുഷ്പ വഴക്കിട്ട് പോകുന്നത്, കൂട്ടുകാരൻ പോകുന്നത്. അതെ, ഞാൻ ഈ കുറച്ച് മുന്നേ വരെ ഡബ് ചെയ്യുമായിരുന്നു ഈ മൊഴിമാറ്റ സിനിമ. ഈ ബാഹുബലിയിൽ ഞാനൊരു ശബ്ദം കൊടുത്തിട്ടുണ്ട്. ആർക്കാ? ഈ തല പോകുന്ന ആളില്ലേ, അടുത്തത് നീ, എന്റെ ശബ്ദമാ. ഇനി ശ്രദ്ധിച്ച് കേട്ടാ മനസ്സിലാവും. അതെ അതെ. അങ്ങനെ പിന്നെ ലാലേട്ടന്റെ വിസ്മയ എന്ന് പറയുന്ന ഒരു സിനിമ, തെലുങ്ക് സിനിമ, അതിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പടങ്ങൾ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്റെ തലയല്ലേ വെട്ടിക്കളയുന്നതല്ലേ? എന്റെ തലയാണ് ഞാൻ ശബ്ദം കൊടുത്തതല്ല, അതാണ് വെട്ടിക്കളഞ്ഞത്. അല്ല, ഞാൻ പറയാം, നമ്മള് ടിവിയിലൊക്കെ പല പരിപാടികളൊക്കെ കാണുമ്പോ ആൾക്കാർ ഇത് ജസ്റ്റ് കണ്ടങ്ങ് പോകുന്ന ആൾക്കാർ. ഇതേപോലെ തന്നെയാണ് ഓർക്കസ്ട്രയുടെ, നമ്മുടെ കൂടലൊക്കെ ഓർക്കസ്ട്ര വായിക്കുന്ന പല ആൾക്കാര്, സുഹൃത്തുക്കള്. വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളില് ഞാനാണ് പുല്ലാങ്കുഴൽ വായിച്ചത്, ഞാനാണ് കീബോർഡ് വായിച്ചത്. കാരണം ഇവരെ ആരും അറിയില്ല. ഇവര് വായിച്ച പാട്ട് ബസ്സിലും കാറിലും പ്ലേ ചെയ്യുന്ന ബസ്സിൽ ഇവരെ ആരും അറിയാതെ ഇവര് യാത്ര ചെയ്യുന്നുണ്ട്. എത്രയോ ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ സെന്തിൽ പറയുമ്പോഴാണ് നമ്മൾ ബാഹുബലിയിൽ സെന്തിൽ ഡബ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. പുഷ്പയുടെ അച്ഛൻ രാജൻ ചേട്ടനാണ് എന്നുള്ളത്. പുഷ്പയുടെ മുതലാളി രശ്മിക മന്ദാനയുടെ അച്ഛൻ, ഇതൊക്കെ ഇടുക്കി രാജൻ ചേട്ടനാന്നുള്ളത് ഏതെങ്കിലും മലയാളിക്ക് അറിയാമോ? നമ്മൾ ഇവിടെ വന്ന് പറഞ്ഞാലല്ലേ അത് അറിയുള്ളൂ. എനിക്ക് ഇപ്പൊ എഴുതി കാണിക്കാൻ തുടങ്ങിയിട്ടുള്ളത് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഡബിംഗ് ആർട്ടിസ്റ്റിന്റെ പേര് തന്നെ കാണിക്കില്ല. ഇത്രയും വേഷങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതിനകത്ത് എഴുതി കാണിച്ച കുറെ പേര് എഴുതി കാണിക്കണം. അതില് ഞാൻ പറഞ്ഞ ഇപ്പൊ ഇത്രയും മേജർ പടങ്ങളിൽ ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? ബാഹുബലി 2 ഞാൻ ചെയ്താ. ബാഹുബലിനും ചെയ്തിട്ടുണ്ട്. അതിലാരാ ചെയ്തേക്കുന്നത്? ആർക്കാ ചെയ്തേക്കുന്നത്? രോഹിണിയുടെ ഭർത്താവായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു നെറ്റിയിലൊക്കെ കുറി അടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതെ അതെ. അതുകൂടാതെ പിന്നെ പ്രവചനങ്ങൾ ഒക്കെ നടത്തുന്ന ഒരു പ്രായമുള്ള പുള്ളിക്കാരനുണ്ട്. പുള്ളിയാണ് ഇന്ന സമയത്ത് ഇന്ന സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. പുള്ളി അദ്ദേഹത്തിന് അത് പ്രായമുള്ള ഒരു സംഭവം. പിന്നെ പുള്ളിക്കാരത്തി തല വെട്ടിക്കളയുന്നുണ്ട് ഒരു രാജാവിന്റെ. രാജതന്ത്രം പറഞ്ഞിട്ട് 3 പേർക്ക് ഇതുണ്ട് അതിനകത്ത്. അങ്ങനെ 3 പേര് ഇടുക്കി രാജേട്ടനാ. ഇതൊക്കെ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ അറിയോ? ഞാന് ഡബിങ് സിനിമകൾക്ക് ഇഷ്ടം പോലെ ശബ്ദം കൊടുത്തിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ. ഖാദർ ഹസൻ ഇക്കയുടെ പടങ്ങളിൽ 1-2 പടങ്ങൾക്ക് ഞാൻ പല ആൾക്കാർക്ക് ആർക്കാന്ന് എനിക്ക് ഓർമ്മയില്ല ചെയ്തിട്ടുണ്ട്. ആയ കാലത്ത് നമ്മുടെ ഒരു ചാനലില് അനൗൺസ്മെന്റുകളുണ്ട് ചാനലിലെ. അവിടെ പരിപാടിക്ക് വരുമ്പോൾ നമ്മളെ കൊണ്ട് തന്നെ ഫ്ലോറിൽ നിന്ന് എടുക്കുമായിരുന്നു. അത് പലതരത്തില് പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഫൺസ് അപ്പോൺ എ ടൈം അമൃത ടിവിയിൽ നാളെ രാത്രി 9 മണിക്ക്, ഫൺസ് അപ്പോൺ എ ടൈം അമൃത ടിവിയിൽ ഇന്ന് രാത്രി 9 മണിക്ക്, ഫൺസ് അപ്പോൺ എ ടൈം 16-ാം തീയതി രാത്രി 9 മണിക്ക്. ഇങ്ങനെ എല്ലാത്തിനെയും സമയം കുറഞ്ഞു വരുന്നത് പറയണം. അങ്ങനെ ഒരുപാട് പ്രൊമോകള് ആ ചാനലിൽ കേട്ടിട്ടുള്ളതിൽ ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും അറിയത്തില്ല ഇത് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. സ്റ്റേജുകളിൽ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? അനുകരണങ്ങൾ അന്ന് ഒരുപാട് ചെയ്യുമായിരുന്നു. ഇപ്പൊ വളരെ ടച്ചൊക്കെ വിട്ട് കിടക്കാണ്. കുറെ സ്റ്റാർട്ട്സ് ചെയ്യുമായിരുന്നു അന്ന്. പിന്നെ മെയിനായിട്ട് അനൗൺസർ ആയിരുന്നു. അന്ന് അനൗൺസറാണ്, കോമ്പയറിംഗ് എന്നല്ല പറഞ്ഞ അനൗൺസറാണ്. ഡൂം ലൈറ്റിന്റെ അടിയിൽ ചെയ്തിരുന്ന താരങ്ങൾ ആരൊക്കെയായിരുന്നു അന്ന് ചെയ്തിരുന്നത്? അന്ന് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ചെയ്യുന്നത് ഞാൻ വറീസറിന് ചെയ്യും. വലിയ കുഴപ്പമില്ലാതെ ചെയ്യുന്നതാണ് എല്ലാരും പറയുന്നത്. അടിച്ചു തരാടാ ആണ്ടവനോ അതോ സേഠ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാണല്ലേ ആണ്ടവൻ. ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കുപ്പമല്ല, കൊച്ചിയാണ് കൊച്ചി, വിശ്വനാഥന്റെ കൊച്ചി. ഓർമ്മയിലിരിക്കട്ടെ, അല്ലട ചാക്കൊച്ചി. പിന്നെ ശങ്കരാടി ചേട്ടനെ പറയാം. ശങ്കരാടി ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വളരെ പഴയൊരു പടം കണ്ടപ്പോൾ, അപ്പോൾ അന്നത്തെ ആ ഒരു അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെയും നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ശങ്കരാടി ചേട്ടൻ്റെ ശബ്ദം ഒന്ന് ശ്രമിക്കുന്നു എന്ന് പറയുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, കുറേ ആയിട്ട് ഇങ്ങനെ തൊണ്ടങ്ങ് വഴങ്ങുന്നില്ല. അവിടെ ഒരിത്തിരി കടലപ്പിണ്ണാക്ക്, ഒരിത്തിരി എള്ളും പിണ്ണാക്ക്, എല്ലാം കൂടി കലക്കി കൊടുത്താൽ ഷറ പറന്നല്ലേ പാല്.
അപ്പോ ഞാൻ അങ്ങോട്ടേക്ക് അടിപൊളി. താങ്ക് യു. രാജേട്ടൻ 2007 നമ്മളെല്ലാവരും ഒന്ന് പേടിപ്പിച്ചു. 2007 രാജേട്ടൻ ഒരു വാഹനാപകടം ഉണ്ടായി. അന്ന് നമ്മളെല്ലാം ഒരു ദിവസം സന്ധ്യ കഴിയുമ്പോൾ പെട്ടെന്നൊരു ഫോൺ വരികയാണ്, രാജേട്ടനെ വണ്ടി ഇടിച്ചു, രാജേട്ടന് അല്പം തലയ്ക്കായിരുന്നു പെരുക്കം തോന്നല്ലേ? ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ പിന്നെ കാലിനുണ്ടായിരുന്നു. അത് എന്ത് സംഭവിച്ചായിരുന്നു രാജേട്ടാ? അത് ഞാൻ ഈ വൈറ്റില് ഞാനൊരു തട്ടുകട മീൻസ് ഒരു ഫാസ്റ്റ് ഫുഡ് അത് എടുക്കാനുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. മുന്നാന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സുഹൃത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ കട എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് പരിചയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പുള്ളി പറഞ്ഞ വൈകുന്നേരങ്ങളിൽ വന്ന ക്യാഷിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മട്ടങ്ങൾ മനസ്സിലാകും. അങ്ങനെ കുറേ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കടയെടുക്കാൻ ഒരാഴ്ചക്കുള്ളിൽ എഴുതി കടയെടുക്കാനുള്ള തീരുമാനമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ദിവസം ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഒരു 11:30 ഷോപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ മഴ മാറുന്നില്ല. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ കടയിൽ നിൽക്കുന്ന ഒരു പയ്യനുണ്ട്, മറൈൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നതാണ്, വൈകുന്നേരം സപ്ലൈ ചെയ്യാൻ വേണ്ടി വരും. അവനോട് പറഞ്ഞു, എന്നാൽ ഞാൻ ഇനി പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. കോട്ടൊക്കെ ഇട്ട് ഞാൻ ബൈക്കിന് പോരുകയും ചെയ്തു. പെട്ടെന്ന് ഒരു 2 ദിവസം ഓർക്കഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ണൊന്നും അടഞ്ഞ ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം 10 മണിക്ക് നമ്മുടെ ലൂർദ് ഹോസ്പിറ്റലിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ അബിയുണ്ട്, സുനീഷാന്ന് തോന്നുന്നു, സുനീഷുണ്ട്, സാജൻ പുള്ളിരുത്തി, അങ്ങനെ പരിചയമുള്ള കുറേ പേരാണ് ഞാൻ കാണുന്നത്. അപ്പോഴാണ് ബോധം വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞുള്ളൂ. പക്ഷെ 1 വർഷത്തോളം, ഒരു 5-8 മാസത്തോളം വീട്ടിൽ കഴിയേണ്ടി വന്നു. 8 മാസത്തോളമൊക്കെ മാറി നിന്ന ശേഷവും തിരിച്ചെത്തിയ രാജേട്ടന് നിന്ന് തിരിയാൻ സമയമില്ലാതെ ഇവിടെ വരുമ്പോൾ പോലും രാജേട്ടൻ പറയും, ഞാനിത് വരും മേടിയും പോവും, കാരണം സ്റ്റുഡിയോ എടുത്തിട്ടേക്കാണ്. അതുപോലെ വരാനിരിക്കുന്ന ഏതൊക്കെയോ സിനിമകളിലെ ഏതൊക്കെയോ കഥാപാത്രങ്ങൾ സംസാരിക്കണമെങ്കിൽ രാജേട്ടനെ ചെല്ലണം, അല്ലെങ്കിൽ അവർ സംസാരിച്ചാലും നമുക്ക് മനസ്സിലാവില്ല, സംസാരിച്ചിട്ടേ കാര്യമില്ല അല്ലേ? ഒരു ഭാഗം അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ രാജൻ ചേട്ടാ, വൺസ് അപ്പോൺ എ ടൈമിന്റെ ഫ്ലോറിൽ എത്തിയതിൽ ഒരുപാട് നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം. തീർച്ചയായിട്ടും. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് സെന്തിലേട്ടനെയും രമേശേട്ടനെയും സ്നേഹിക്കുന്നു. രാജൻ ഇടുക്കി, ഞങ്ങളുടെ രാജേട്ടൻ. ചേട്ടനെ ഞാൻ മുമ്പും ഈ ഒരു സെഗ്മെന്റിലേക്ക് പലതവണ വിളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിരക്കുകൾ കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല. 88 അദ്ദേഹം പരിപാടികൾ ആരംഭിച്ചു എന്ന് പറഞ്ഞു. പറയുമ്പോൾ നമുക്കിപ്പോൾ 88, 90 എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാലങ്ങളിൽ പെട്ടെന്ന് പറഞ്ഞു പോകാമെങ്കിലും 88 മുതൽ ഇന്ന് വരെ മിമിക്രി കൊണ്ട് ഒരാൾ ജീവിക്കുക എന്ന് പറയുന്നത് അയാളിലെ പ്രതിഭ വെളിവാക്കുന്ന ഒന്നാണ്. പലരും പല ബിസിനസ്സുകളിലോട്ടൊക്കെ പോകും. പക്ഷെ ഇന്നും ശബ്ദമാണ് രാജേട്ടൻ്റെ പ്രധാന വരുമാനത്തിന് കാരണമായിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രതിഭ തന്നെയാണ്. ഈ ഒരു സെഗ്മെന്റിൽ വന്ന് പല കലാകാരന്മാരും പോകുമ്പോഴാണ് നമ്മളോട് തന്നെ പലരും പറയുന്നത്, അയ്യോ ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, ഇപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞത് എന്നൊക്കെ പറയും. അപ്പോൾ രാജേട്ടൻ ഇവിടെ വരുമ്പോഴാണ് നമ്മളിൽ പലരും, എനിക്കറിയാമെങ്കിലും നമ്മളിൽ പലരും അറിയുന്നത്, നമ്മൾ കണ്ട വലിയ സിനിമകളിലെ ഒരുപാട് കഥാപാത്രങ്ങൾ സംസാരിച്ചത് രാജേട്ടൻ്റെ ശബ്ദത്തിലൂടെയാണെന്നുള്ളത്. അങ്ങനെ ശബ്ദം കൊണ്ട് നമുക്കെല്ലാവർക്കും പരിചിതനാണ്. മുഖം കൊണ്ടും നമുക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കലാകാരനാണ്. ഈ ഒരു വലിയ പ്രതിഭ നമ്മുടെ വേദിയിലെത്തിയതിന് അദ്ദേഹത്തോട് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ വക ഒരു എളിയ ഉപഹാരം.